വാഴച്ചുണ്ടിൻ്റെ വൈറ്റമിൻ ഒട്ടും കളയാതെ തോരൻ വെക്കുന്നത് കണ്ടാലോ. ഇതുപോലെ ഒരു വാഴച്ചുണ്ട് എടുത്തിട്ട് അതിൻ്റെ അടർന്നിരിക്കുന്ന പോളകളെല്ലാം പൊളിച്ചു മാറ്റാം. എന്നിട്ട് നന്നായിട്ട് കൊത്തിയരിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിനകത്ത് നടുക്ക് കട്ടിയുള്ള ഭാഗമുണ്ട്, ആ ഭാഗം കുത്തിയെടുത്ത് കളയണം, അല്ല കഴിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം കുത്തിയെടുത്ത് കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ തിരുമ്മിയിട്ട് അതിൻ്റെ നാരുകളെല്ലാം ഒന്ന് എടുത്ത് കളയാം. ഇത്രയേ ഉള്ളൂ നാരുകൾ, ഇതങ്ങ് എടുത്ത് മാറ്റാം. ഇനി കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട അരപ്പും കൂടെ റെഡിയാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 5-6 ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ആവശ്യത്തിന് പച്ചമുളക്, എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് തേങ്ങ, ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഇനി ഈ അരപ്പ് നമ്മൾ അരിഞ്ഞു വെച്ച വാഴച്ചുണ്ടിലേക്കിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഉപ്പും മുളകും എല്ലാം അതിലൊന്ന് പിടിക്കട്ടെ. ഇനി ഒരു ചീനച്ചട്ടി വെച്ചത് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരി ഇട്ട് കടുക് വറുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി ഒരു വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതിലേക്ക് നമ്മൾ അരപ്പ് തിരുമ്മി വെച്ച വാഴച്ചുണ്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് ആവി കയറി കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം വലിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ വാഴച്ചുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ.